ഇത് എറണാകുളത്ത് മരടിലുള്ള മാംഗ്ലൂർ ഫുഡ്സ് വെജിറ്റേറിയൻ കഫേ ഹോട്ടലാണിത്. ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് മരടിൽ കൊട്ടാര അമ്പലത്തിനും PSM മിഷൻ ഹോസ്പിറ്റലിനും ഇടയിലാണ്. ആമ്പിൾ കാർ പാർക്കിംഗ് ഇവിടെ ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ സൗത്ത് ഇന്ത്യൻ കിട്ടും, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സും കിട്ടുന്ന റെസ്റ്റോറൻറ്റാണിത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. അതുപോലെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത, മാംഗ്ലൂർ പപ്പഡ്സും അതുപോലെ തന്നെ പിക്കിളും കിട്ടും. ഇവിടെ നമുക്ക് അവൽ പപ്പടമുണ്ട്, അതുപോലെ ഗാർലിക് പപ്പടമുണ്ട്, മുളക് പപ്പടമുണ്ട്, അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള പിക്കിൾസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വളരെ മിതമായ നിരക്കിലുള്ള പ്രൈസിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ വിശാലമായ റെസ്റ്റോറൻറ്റ്. ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഹോട്ടലാണ്. അതുപോലെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് വളരെയധികം നീറ്റ്നെസ് ഉള്ള ഹോട്ടലാണ്. നമ്മളിന്ന് വാങ്ങിച്ചിരിക്കുന്നത് ഫ്രൈഡ് റൈസ്, ഗോബി ചില്ലി ഗോബി കോംബോയും അതുപോലെ തന്നെ വെജിറ്റബിൾ ബിരിയാണി മീൽസുമാണ്. ഇതാണ് ഇവിടുത്തെ മീൽസ്. ഇതിൻ്റെ പ്രൈസിങ് എടുത്തു പറയേണ്ടതാണ്. പായസം ഉൾപ്പെടെയുള്ള ഈ ഊണ് 90 രൂപയാണ്. ഒഴിച്ചുകറിയും തൊടുകറികളും ഉൾപ്പെടെ 9 ഐറ്റംസ് അടങ്ങിയതാണ് ഈ ഊണ്. അതിലൂടെ പപ്പടമുണ്ട്, പരിപ്പുണ്ട്. അതുപോലെ അടുത്തത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അത് കഴിഞ്ഞിട്ട് മുളകുണ്ട്, ക്യാബേജ് തോരനുണ്ട്, കിച്ചടിയുണ്ട്, സാമ്പാർ, രസം, തൈര്, പായസം, പിക്കിള്. ഇത്രയുമാണ് ഇവിടുത്തെ ഊണിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷസ്. ഇത് ഫ്രൈഡ് റൈസ് ചില്ലി ഗോബി കോംബോയാണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 120 രൂപയാണ്. അടുത്തത് വെജിറ്റബിൾ ബിരിയാണിയാണ്. വെജിറ്റബിൾ ബിരിയാണിയുടെ പ്രൈസ് വരുന്നത് 100 രൂപയാണ്. എറണാകുളത്ത് മിക്ക വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുള്ള ഒരു ബിരിയാണിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴ് ടേസ്റ്റാണുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായൊരു ടേസ്റ്റാണ് ഈ ബിരിയാണിക്കുള്ളത്. തീർച്ചയായിട്ടും 100 രൂപയ്ക്ക് വളരെ വർത്തിയായിട്ടുള്ള ബിരിയാണിയാണ് ഇത്. ഊണിനെ പറ്റി പറയുകയാണെങ്കിൽ 90 രൂപയുടെ ഈ ഊണ് തികച്ചും വർത്തിയാണ്. കാരണം മിക്ക ഹോട്ടലിലും വെജിറ്റേറിയൻ മീൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 120 റുപ്പീസിനാണ്. അവർ മിക്ക ദിവസവും ഊണിൻ്റെ കൂടെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷും ഉൾപ്പെടുത്താറുണ്ട്. അതോടൊപ്പം തന്നെ ഊണിൻ്റെ കൂടെ ഇന്നത്തെ പായസം എന്ന് പറയുന്നത് വെർമിസെല്ലിയാണ്. ഈ സൈഡ് ഡിഷസ് എല്ലാം അത്യാവശ്യം ടേസ്റ്റ് ഉള്ളതാണ്. അതായത് ഇവിടെ ഒഴിച്ചു കറിക്കായിട്ട് ഒരു പരിപ്പുണ്ട്. അതായത് പരിപ്പെന്ന് പറയുമ്പോഴത്തേക്ക് ചെറുപയർ പരിപ്പല്ല. അതുപോലെ തന്നെ സാമ്പാറും രസവും തൈരും ഉണ്ട്. രസവും സാമ്പാറും തൈരും നല്ലത് തന്നെയാണ്. ഊണിനായിട്ട് ഉപയോഗിക്കുന്നത് പാലക്കാട് മട്ടർ റൈസാണ്. നല്ല ക്വാളിറ്റിയുള്ള മട്ടർ റൈസ് തന്നെയാണ് ഇവിടെ ഊണിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഡിഷസ് വാല്യൂ ഫോർ മണി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആണ്. കാരണം ഊണിന് 90 റുപ്പീസും ബിരിയാണിക്ക് 100 റുപ്പീസും അടുത്തടുത്തെങ്ങും ഇത് കിട്ടാറില്ല. കാരണം മിക്ക ഹോട്ടലിലും വെജിറ്റബിൾ ബിരിയാണി 150 രൂപയാണ്. പക്ഷേ ഇവിടെ 100 രൂപയാണ്. മീൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 120 ആണ്. പക്ഷേ ഇവിടെ മീൽസിൻ്റെ വില 90 രൂപയേ ഉള്ളൂ. അതുപോലെ ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലസ്സി കിട്ടും. നമുക്ക് കുടിക്കാനായിട്ട് ലസ്സി കിട്ടും. തീർച്ചയായിട്ടും ഈ ബിരിയാണി ആയാലും ഫ്രൈഡ് റൈസ്, ചില്ലി ഗോബി കോംബോ ആയാലും എബോവ് ആവറേജ് ടേസ്റ്റ് ഉള്ളതാണ്. കുണ്ടന്നൂരിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ട്രൈ ആവുന്നൊരു ഹോട്ടലാണ് ഈ മാംഗ്ലൂർ ഫുഡ്സ്. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്ന് കഴിക്കാൻ അത്യാവശ്യം നല്ല സീറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൈസിങ് വളരെ റീസണബിളാണ്. കുറച്ച് കാലമുള്ള അനുഗ്രഹമായാലും സരോവരമായാലും വെജിറ്റേറിയൻ ഊണിൻ്റെ കേസിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 170 220 ഒക്കെ വരുന്ന സ്ഥലത്ത് ഇവിടെ 90 മാത്രമേ ഉള്ളൂ. വേറെ എടുത്തു പറയേണ്ട കാര്യം ക്വാണ്ടിറ്റിയാണ്. ബിരിയാണിക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ബില്ല്.